മിണ്ടാമടങ്ങളിലേക്കുള്ള ദൈവവിളി വർദ്ധിക്കുന്നതിനായി ക്യാൻസർ രോഗത്തിന്റെ വേദനകളെ കർത്താവിന് സമർപ്പിക്കുന്ന ജെസൂസ് കാനോ മൊറേനോയുടെ ജീവിത സാക്ഷ്യം അനേകർക്ക് പ്രചോദനമാവുകയാണ്. സ്പെയിനിലെ സാന്റോ നൈനോ ഡെൽ റെമഡിയോ ദേവാലയത്തിലെ ശുശ്രൂഷയാണ് കാനോ മൊറേനോ. ക്യാൻസർ രോഗത്തിന്റെ തീവ്രവേദനയിലും കാനോ മൊറേനോ പുഞ്ചിരിക്കുന്നത് തന്റെ വേദനകളെല്ലാം കർത്താവിന് സമർപ്പിച്ചതിനാലാണ്. ദൈവവിളിയുടെ അഭാവം മൂലം ഓരോ വർഷവും അടച്ചുപൂട്ടേണ്ടി വരുന്ന നിരവധി മിണ്ടാമടങ്ങളെയോർത്തുള്ള വേദന കൊണ്ടാണ് സ്വന്തം ശാരീരിക വേദനകൾ ദൈവവിളികൾ വർദ്ധിക്കുന്നതിനായി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കാനോയ്ക്ക് മാരകമായ ടെസ്റ്റിക്കുലർ ട്യൂമറിന്റെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നത്. രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതിനാൽ 14 കീമോതെറാപ്പികൾക്ക് അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വന്നു. എന്നാൽ രോഗാവസ്ഥയിൽ മാറ്റമുണ്ടായില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ഗുരുതരമാവുകയും ചെയ്തു. അതിനാൽ കുറേക്കൂടി തീവ്രമായ ചികിത്സ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. കുറച്ചു ദിവസം മുമ്പ് ഞാൻ കർത്താവിനൊരു വാഗ്ദാനം നൽകി. രോഗാവസ്ഥയുടെയും കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയുടെയും സഹനങ്ങളെല്ലാം മിണ്ടാമടത്തിലേക്കുള്ള ദൈവവിളികൾ വർദ്ധിക്കാൻ വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, ജെസൂസ് കാനോ പറഞ്ഞു. സഭയ്ക്ക് പ്രവർത്തിക്കാൻ ഹൃദയം ആവശ്യമാണ്. ഹൃദയമാണ് മിണ്ടാമടങ്ങൾ. അവിടുത്തെ സമർപ്പിതരുടെ പ്രധാന ദൗത്യം ലോകത്തിനും തിരുസഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അതിനാൽ ഓരോ മിണ്ടാമടങ്ങൾ അടയ്ക്കുമ്പോഴും ഞാൻ വളരെ സങ്കടപ്പെടാറുണ്ടെന്ന് ജെസൂസ് പറയുന്നു. രോഗാവസ്ഥയിലെ തന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുമെന്നും സമർപ്പിത വിളി സ്വീകരിക്കാൻ നിരവധി യുവഹൃദയങ്ങളെ ദൈവം പ്രചോദിപ്പിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ജെസൂസ് കാനോ. രോഗപീഠകളെയും സഹനങ്ങളെയും പുഞ്ചിരിയോടെ സ്വീകരിച്ച് തിരുസഭയ്ക്കും ആത്മാക്കളുടെ മാനസാന്തരത്തിനുമായി സമർപ്പിക്കുന്ന ഒരു പുണ്യജീവിതമായി മാറുകയാണ് ജെസൂസ് കാനോ മൊറേനോ എന്ന 45 വയസ്സുകാരൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.